പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും സ്തംഭിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം കേട്ട വാർത്ത. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുകയാണ്. BJP നയിക്കുന്ന ഭരണപക്ഷം തന്നെ ലോക്സഭ സ്തംഭിപ്പിക്കുന്ന മനോഹര കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതിന് നേതൃത്വം കൊടുത്തതോ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും. എന്താണ് അതിന് കാരണം? രാഹുൽ ഗാന്ധി BJPയുടെ മൂട്ടിൽ തീയിട്ടിരിക്കുകയാണ്. അങ്ങനെ ലോക്സഭയിൽ ഇരിക്കാനാകാതെ ചാടുകയായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ നടത്തിയ പ്രസംഗം തെല്ലൊന്നുമല്ല BJPയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. രാഹുലിന്റെ പ്രസംഗത്തിൽ അസ്വസ്ഥരായ BJP തന്നെ സഭ സ്തംഭിപ്പിക്കുന്നതാണ് ഇന്ന് രാജ്യം കണ്ടത്. തന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ മോദിക്കും സർക്കാരിനുമെതിരെ കടന്നാക്രമണമാണ് രാഹുൽ നടത്തിയത്. പ്രധാനമായും രാഹുൽ ഉന്നയിച്ചത് CJP സമരത്തിനെതിരായ പോലീസ് നടപടിയായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് രാഹുൽ വളരെ വൈകാരികമായി സംസാരിച്ചത്. തുടക്കം മുതൽ രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു BJP ലക്ഷ്യം. പലപ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് രാഹുലിന്റെ പ്രസംഗം മന്ത്രിമാർ ഉൾപ്പെടെ തടസ്സപ്പെടുത്തി. അതിൽ മുന്നിൽ നിന്നത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആയിരുന്നു. ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് 2 തവണയാണ് സ്പീക്കർക്ക് ചർച്ച നിർത്തിവെക്കേണ്ടി വന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ രാഹുൽ നടത്തിയ വിമർശനത്തിന് സർക്കാരിന് മറുപടി ഉണ്ടായിരുന്നില്ല. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് ഷായുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് തുറന്നടിക്കുകയാണ് രാഹുൽ ചെയ്തത്. ഇതോടെ മന്ത്രി റിജിജു രാഹുൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി എഴുന്നേറ്റു. രാഹുലിന്റെ ആരോപണത്തിന് തെളിവ് വേണമെന്നായിരുന്നു ആവശ്യം. അമിത്ഷായുടെ ഉത്തരവിന്റെ കോപ്പിയോ നമ്പറോ വേണം, എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കാനാകൂ. നടക്കുന്ന കാര്യം വല്ലതും പറയ് എന്ന ലൈനിൽ രാഹുൽ അവിടെ നിന്നു. മാപ്പ് പറയാതെ സഭ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ലെന്ന് മന്ത്രി റിജിജു വാശി പിടിച്ചു. സഭാ നടപടികൾ സുഗമമായി നടത്താൻ മുൻകൈയെടുക്കേണ്ട പാർലമെന്ററി കാര്യമന്ത്രി തന്നെയാണ് സഭ സ്തംഭിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിനിടയിൽ അഖിലേഷ് യാദവ് എണീറ്റ് ആരാണ് വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഉത്തരവിട്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റിജിജു അതിന് തയ്യാറാകുന്നില്ല. അഖിലേഷ് ജി, രാഹുൽ പറയുന്നത് വേറെ കാര്യമാണ്, താങ്കൾ പറയുന്നതല്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന മന്ത്രിയെയാണ് അപ്പോൾ കണ്ടത്. ആദ്യം 2:30 വരെയും പിന്നീട് 3 വരെയും സഭ നിർത്തിവെച്ചു. രാഹുലിന്റെ പ്രസംഗം അപ്പോഴും പൂർത്തിയായിട്ടില്ല. എന്നാൽ 3 മണിക്ക് ചേർന്നപ്പോൾ രാഹുലിന് പ്രസംഗിക്കാൻ അവസരം നൽകാതെ മന്ത്രിയെ മറുപടി പ്രസംഗത്തിന് ക്ഷണിക്കുകയാണ് സ്പീക്കർ ചെയ്തത്. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് മന്ത്രി പ്രസംഗം നടത്തിയതും സഭ ബിൽ പാസാക്കിയതും. രാഹുലിനെ കൊണ്ട് പ്രസംഗിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ചാണ് ഇന്ന് BJP നേതാക്കൾ സഭയിൽ എത്തിയത് എന്ന് വ്യക്തം. അതിനുള്ള കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. രാവിലെ കിരൺ റിജിജുവിന്റെ വാക്കുകളിൽ അതാണ് കണ്ടത്. ഇന്നലെ രാഹുൽ നടത്തിയ പ്രസ്താവന മോശമായ ഭാഷയാണെന്നും അത് ആരോഗ്യപരമായ ചർച്ചയ്ക്ക് ഗുണകരമല്ലെന്നുമായിരുന്നു മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ എന്തു പറഞ്ഞാലും അതിൽ ഉടക്കുണ്ടാക്കി തടസ്സപ്പെടുത്തുക. അതിടയ്ക്ക് രാഹുൽ പരാതിയായി സ്പീക്കറോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോൾ വായ തുറന്നാലും അപ്പോൾ ഭരണപക്ഷം ബഹളം വയ്ക്കുകയാണ്. സംസാരിക്കാനുള്ള അവസരം സ്പീക്കർ ഒരുക്കിത്തരണമെന്ന് ആവർത്തിച്ച് രാഹുൽ പറയുന്നുണ്ടെങ്കിലും കാര്യമുണ്ടായില്ല. രാഹുലിന്റെ വാക്കുകൾ കേൾക്കാൻ തങ്ങൾ സന്നദ്ധമല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് BJPയും സർക്കാരും. ഇന്ന് സഭയിൽ നടന്ന ബഹളത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. House, sir, to keep house in order, sir, is your esteemed responsibility. Sir, the moment I open my mouth, the entire opposition starts to shout. मैं फिर से कहता हूं, राहुल गांधी जी, आप इस तरीके से हमारा अच्छा एक डिबेट जो चल रहा है, आप लीडर ऑफ अपोजिशन है और आप ऐसे परिस्थिति खड़ा मत कीजिए. स्पीकर साहब ने भी जिक्र किया, जब प्रधानमंत्री जी को हमारा जो शुरू में राष्ट्रपति का अभिभाषण को बोलने का आप लोगों ने बिल्कुल रोक करके यहां तक आए और आप लोगों ने कई बार प्रधानमंत्री जी को बोलने नहीं दिया. ऐसा परिस्थिति भी निर्माण कराया आप लोगों ने. और आज तो आपने आज संसदीय भाषा का इस्तेमाल किया. एक पार्लियामेंट्री जो सिस्टम है उसको लेकर के एक नियम हमने पढ़ के सुनाया. ये किताब का भी जिक्र किया कि अन पार्लियामेंट्री एक्सप्रेशन, ये मैंने जिक्र किया. और बाकी हमारा साथियों ने भी कहा है कि आप भाषण कीजिए, लेकिन जो शब्द इस्तेमाल किया है उसमें आपत्ति. इतना ही तो है. फिर आप उसका इतना आप बहुत ही इमोशनल चेहरा दिखा करके ये तो ठीक नहीं है, हाउस को आप गुमराह नहीं कर सकते हैं. Sir, it is unparliamentary. Let us just be precise.
it is unparliamentary for me to use that word against another member of parliament. I have not used that word against anybody. I have just stated that this category exists. Sir, again they are going. स्पीकर सर, अगर आप लोग सर अगर आप चाहते हैं कि इस देश में सिर्फ बीजेपी बोले तो मैं चुप होकर यहाँ बैठ जाता हूँ, मैं बैठ जाता हूँ, कोई प्रॉब्लम नहीं है। टाइम बता दो कितना ले लिया। एक मिनट। माननीय सदस्य, माननीय नेता प्रतिपक्ष, इस विषय पर मैं बोलता हूं सर, रिजू जी खड़े हो जाते हैं, मैं बोलता हूं वो खड़े हो जाते हैं, इंटरप्ट करते हैं, आप उनको, मैंने यील्ड भी नहीं किया, आप उनको जगह दे रहे हैं। नो, संसदीय कार्य मंत्री आप ये फिर से आ गए। रक्षा मंत्री जी बोलना क्या? एक मिनट। देखो, सदन में एक अच्छी व्यवस्थाएं रही है, अच्छी मर्यादाएं रही है और हमें अच्छी मर्यादा बनाने का प्रयास करना चाहिए। जो सदन में मर्यादा तर्क से बोलता है, देश भी सुनता है और सम्मान भी करता है। मेरी ये अपेक्षा रहती है कि सदन के अंदर शब्दों का चयन ऐसा हो जो संसदीय मर्यादाओं के अनुरूप हो और हमारी चर्चा उच्च कोटि की हो, ये मेरी अपेक्षा रहती है। अब मानो रक्षा मंत्री माननीय राजनाथ सिंह जी सदन के उपनेता हैं, कुछ मानो सर मैंने यील्ड नहीं किया, किसी यील्ड नहीं किया। अगर कुछ बोलना नहीं, मैंने यील्ड नहीं किया, मेरा भाषण चल रहा है सर, मैंने यील्ड नहीं किया है। बोलिए आप। नहीं, एक मिनट सुनिए, एक मिनट। किसी इल्ड करने से नहीं, यूं भी हमारी व्यवस्था रहती है कि कभी नहीं, मैंने किसी नो अलाउ, आपको भी अलाउ करते हैं, ऐसा नहीं करते, अलाउ नहीं करते, ठीक है, अलाउ नहीं करते ऐसा नहीं। पर रक्षा मंत्री जी कुछ बोलना चाहते हैं, शायद बोला है, सदन में अच्छा माहौल के लिए बोलेंगे। अध्यक्ष महोदय, मैं बहुत ही विनम्रतापूर्वक अनुरोध करना चाहता हूं कि जिस असंसदीय शब्द का प्रयोग हमारे नेता प्रतिपक्ष ने किया है उसे कार्रवाई से निकाल दिया जाए। अपना व्यवस्था से निकल जाता है। ओके, वो निकाल दिया जाए। और मैं आप सभी से ये अपील अपने पक्ष से करना चाहता हूं कि इस समय आप शांत रहिए, उनकी बात सुनिए। आप बोलिए। So there are three categories of people. I'm not using the word. There is one category of people called student, विद्यार्थी, जो विद्या का अर्थ ढूंढता है, and then there are the two other categories which I will not name. But these categories have natures. So the student is never scared of the truth. He loves the truth, goes towards the truth. Student never uses force against somebody else because he knows that that person's truth is different than my truth. The other category, they do not like the truth. They need an image. They need force. They need violence. Superficially, it looks that our students were upset because of exams. They were upset because of the education system. They were upset because they have to study hours and hours and hours, and then paper leaks. Some rich boy or girl pays 30-40 lakh rupees, gets the paper, gets the job, and जो middle class का गरीब student है, ईमानदार है, वो bypass हो जाता है. So they are upset because of these things. And our system is terrible. It's terrible, it's cruel.
Lakhs and lakhs of rupees are taken from the poorest people. Everything has been privatized. Paper leaks. In one exam, something happens. In another exam, something else happens. Some people are allowed re-exam, some people are not allowed re-exam. Rampant privatization means private companies are checking exams, wrong papers are going. It's a brutal, terrible system. It's an extortion system. I said it in my meetings.